ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രെയർ മിനിസ്ട്രിയിൽ നിന്നാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ഇത് സ്കിപ്പ് ചെയ്യാതെ കാണുക. കാരണം അധികം നമുക്ക് ലഭിക്കാത്ത ഒരു മേഖലയും അധികം ആരും സ്പർശിക്കാത്ത ഒരു വിഷയത്തെക്കുറിച്ചാണ് പങ്കുവെക്കാൻ പരിശുദ്ധാത്മാവ് പ്രേരണ തരുന്നത്. പെസഹ വ്യാഴം നമ്മുടെ കർത്താവായ യേശു വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിൻ്റെയും പൗരോഹിത്യ സ്ഥാപനത്തിൻ്റെയും ഓർമ്മയാചരണം. ഇത് നിങ്ങളെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് ആര് കൽപ്പിച്ചു? കർത്താവായ യേശു നമ്മോട് കൽപ്പിച്ച ആ വചനം യോഹന്നാൻ 6:54 പറയുന്നുണ്ട്, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. വിശുദ്ധ പീറ്റർ ജൂലിയൻ എയ്മാഡ് പഠിപ്പിക്കുന്നു, യഥാർത്ഥ ദിവ്യകാരുണ്യ ഭക്തി എങ്ങനെയോ അതാണ് ക്രിസ്ത്യാനിയുടെ ജീവിതം. അപ്പോൾ വിശ്വാസികളായ നാം എന്ത് ചെയ്യണം? ദിവ്യകാരുണ്യത്തിൽ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുവാൻ തയ്യാറാകണം. ഏതാനും വർഷം മുമ്പ് എൻ്റെ അടുക്കൽ ഒരാൾ അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരനെയും കൂട്ടിക്കൊണ്ടുവന്നു. വളരെയധികം അമർഷവും അരിശവും വരിഞ്ഞു മുറുക്കിയ അവസ്ഥയും. അപ്പോൾ ആ വ്യക്തി പറഞ്ഞെടുത്ത് നിൽക്കാത്തത് കൊണ്ട് ആണ് ഈ ചേട്ടനൊന്നും പറയണ്ട, എന്നാൽ അദ്ദേഹത്തിൻ്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടാണ്, ചേട്ടനൊന്നും പറയണ്ട, കയറി പുറകിലെന്നും പറഞ്ഞ് അങ്ങനെ കയറ്റി എന്നോട് വിളിച്ചു ചോദിച്ചു, ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ വന്ന് ഈ മനുഷ്യനോട് എന്ത് പറയണം എങ്ങനെ പറയണമെന്ന് അറിയില്ല. കാരണം ഇത്തിരി വയലൻ്റായി. സ്വന്തം സഹോദരനോട് ഇയാൾക്ക് ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ. അപ്പോൾ അയാളുടെ സഹോദരൻ്റെ ഭാര്യ പ്രസവിച്ച വിവരം ഇയാളുടെ സ്വന്തം ഭാര്യ ഇയാളോട് പറഞ്ഞു. അതായത് ഇയാളുടെ കൂടപ്പിറപ്പിൻ്റെ ഭാര്യ പ്രസവിച്ച് ആ കൊച്ചിനെ കാണാൻ പോകണ്ടേ എന്ന് ചോദിച്ചപ്പോൾ ഈ രണ്ട് സഹോദരങ്ങൾ തമ്മിൽ ഒത്തിരി നാളായിട്ട് അമർഷത്തിലും വൈരാഗ്യത്തിലുമാണ്. അത് ഭാര്യ പറഞ്ഞപ്പോൾ ഇയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഒരുപക്ഷെ കാണാൻ പോകുമായിരുന്നിരിക്കും എന്നാണ് എന്നോട് പറഞ്ഞത്. ആ മൂഡ് ശരിയായിരിക്കാതിരുന്ന സമയത്ത് എല്ലാവരും കാണാൻ പോയി, നമ്മൾ മാത്രം കാണാൻ പോയില്ലെന്ന് പറഞ്ഞപ്പോൾ വേഗം എന്നാ നീ ഇത് എവിടെന്നാ ഇതൊക്കെയെന്നും പറഞ്ഞിട്ട് ഭാര്യയുടെ ഫോൺ എടുത്ത് തല്ലി പൊട്ടിച്ചിട്ട് അതിൻ്റെ സിം എടുത്ത് ഒടിച്ച് കിണറ്റിലിട്ടു. ഇത് ഈ വ്യക്തി തന്നെ എന്നോട് നേരിട്ട് പറഞ്ഞതാണ്. ഞാൻ ആരുടെയും പേരും ഫോൺ നമ്പറും അഡ്രസ്സും ഒന്നും പറഞ്ഞിട്ടില്ല. ഇതുപോലെ എത്രയോ കഴിഞ്ഞ 35 വർഷമായിട്ട് ശുശ്രൂഷ ജീവിതത്തിൽ എത്രയോ പേരെ കണ്ട് എത്തുന്നു. അപ്പോൾ ദിവ്യകാരുണ്യത്തിൻ്റെ ശക്തിയെക്കുറിച്ച് പറയുമ്പോഴാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ബൈബിൾ തുറന്നപ്പോൾ കിട്ടിയ കാര്യം പങ്കുവച്ചപ്പോൾ തന്നെ അദ്ദേഹം ഇരുന്ന് കരയാൻ തുടങ്ങി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞ്, ഷൈജു ബ്രദർ പറയുന്നത് ചെയ്യേണ്ട, ദൈവത്തിൻ്റെ വചനത്തിൽ താങ്കൾക്ക് വിശ്വാസമുണ്ടോ? അദ്ദേഹം പറഞ്ഞു വിശ്വാസമുണ്ട്, അതനുസരിക്കാൻ തയ്യാറാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യണം? നേരെ തന്നെ വീട്ടിൽ പോയി അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂട്ടി, അവർ മാത്രം കാണാൻ പോയിട്ടുണ്ടായില്ല, ഏറ്റവും അടുത്ത ബന്ധുക്കളിൽ. അങ്ങനെ അവർ കാണാൻ പോയി, ആ കൊച്ചിനെ കാണാൻ പോയി എന്ന് മാത്രമല്ല, ഞാൻ പറഞ്ഞു ഒരു 30 ദിവസം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം. അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു അത് മാത്രം പറ്റൂല, എന്നെ എല്ലാവരും അറിയും, ഞാൻ ഇതിനൊന്നും അങ്ങനെ ഉള്ള ഒരാളല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവസാനം പറഞ്ഞു ഞാൻ പള്ളിയിൽ പോയി കുർബാന കൂടിയാൽ മതി. ഞാൻ പറഞ്ഞു എവിടെയെങ്കിലും പോയാൽ മതി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ഒരുപാട് ദൂരമുണ്ട്. പക്ഷേ ആദ്യം പള്ളിയിൽ പോകാൻ തുടങ്ങി. പിന്നെ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നില്ല, കുർബാനയിൽ പങ്കെടുക്കുന്നു. പിന്നീട് വിശുദ്ധ കുർബാനയോടുള്ള ഒരു ദാഹം തുടങ്ങി. എല്ലാവരും എത്രയോ ഭക്തിയോടും സമാധാനത്തോടും വിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ട് വരുന്നു. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള പള്ളിയിൽ പോകാൻ തുടങ്ങി. കാരണം ആളുകൾ കാണുമോ, ഭക്തനായി പോയതിൽ കളിയാക്കോ, എന്തെങ്കിലും വിചാരിക്കോ, അങ്ങനെയുള്ള വെറുതെ അപകർഷബോധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് വിശുദ്ധ കുർബാന ഇല്ലെങ്കിൽ ജീവിതമില്ല എന്ന മട്ടിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരുപാട് അഭിവൃദ്ധി, പഴയ ഇടിഞ്ഞ് ദ്രവിച്ച പോലത്തെ വീടും എല്ലാ പഴയ സാധനങ്ങളും അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. ഇന്ന് പുതുപുത്തൻ കാറും വീടും സൗകര്യങ്ങളും കെട്ടിടവും ലക്ഷക്കണക്കിന് രൂപ വാടകയും ഉള്ള രീതിയിൽ പടിപടിയായിട്ട് ജീർണിച്ച് കിടന്ന മേഖലകളെല്ലാം ദൈവം പുനരുദ്ധരിച്ചു കൊടുത്തു എന്ന് മാത്രമല്ല, ആതുര ശുശ്രൂഷയിൽ പാവപ്പെട്ടവർക്ക് സേവനം ചെയ്യുന്ന, തെരുവിൽ കിടക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്ന തരത്തിലുള്ള ഒരു പ്രോഗ്രാം ഞങ്ങളൊക്കെ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം, ഇനി ഒരു മുടക്ക് ദിവസമാണെങ്കിൽ പോലും കുറച്ച് പൊതിച്ചോറ് കെട്ടിക്കൊണ്ട് തെരുവിലേക്ക് പോയി വിതരണം ചെയ്തിട്ട് വരും. ഭയങ്കര സമാധാനമാണെന്ന് പറയും. അപ്പോൾ ദിവ്യകാരുണ്യത്തോടുള്ള ഭക്തി ഒരു കാരുണ്യമുള്ള മനുഷ്യനായി അദ്ദേഹത്തെ മാറ്റി. ആദ്യം നാണക്കേടായിരുന്നു, നാട്ടുകാരെ
ആൾക്കാരെന്ത് വിചാരിക്കും, ആൾക്കാരെന്ത് പറയും. ഇന്ന് ദിവ്യകാരുണ്യം ഇല്ലാതെ അദ്ദേഹത്തിന് ജീവിക്കാനായിട്ട് പറ്റത്തില്ല. അതുപോലെ ഈശോയിൽ ഒന്നായി തീർന്നു. അപ്പോൾ ക്രിസോസ്റ്റോമിലൂടെ, വിശുദ്ധ ക്രിസോസ്റ്റോമിലൂടെ ദൈവം ഇന്നും നമ്മളോട് പറയുന്നത്, ആധുനിക ലോകത്ത് നമ്മളും ദിവ്യകാരുണ്യമായി ജീവിക്കുക എന്നതാണ്. വലിയ പത്രാസും വെച്ച്, വലിയ കൊമ്പും വെച്ച്, വലിയ ആളായിട്ട് പള്ളിക്കാര്യങ്ങളിൽ നടന്നിട്ട് പള്ളിക്കകത്ത് കയറാതെ നടക്കുന്ന ഭക്തന്മാരാകാനല്ല, ദിവ്യകാരുണ്യം സ്വീകരിച്ച് ദിവ്യകാരുണ്യമായി മാറണം. മുഴുവൻ കുർബാനയിൽ പങ്കെടുക്കണം. കുർബാനയുടെ വായന കഴിയുമ്പോൾ എത്തുന്ന വിശ്വാസികളായിട്ടല്ല, കുർബാന സ്വീകരിച്ച് കഴിഞ്ഞിട്ട് ഇറച്ചിക്കടയിലോട്ട് കവറും പിടിച്ചോടുന്ന വിശ്വാസികളായിട്ടല്ല. ഇതാ ഏറ്റവും ഭക്തിയോടും ദാഹത്തോടും തീഷ്ണതയോടും കൂടെ മുഴുവൻ കുർബാനയിൽ പങ്കെടുത്ത് വിശുദ്ധ കുർബാന സ്വീകരിക്കണം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ദിവ്യകാരുണ്യമായി മാറുന്നത്? വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തൻ്റെ ജീവിതാനുഭവം കൊണ്ട് തന്നെയാണ് പറഞ്ഞു തരുന്നത്. കാരണം എത്രയും പെട്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ മരണശേഷം വിശുദ്ധ പദവിയിലേക്ക് തിരുസഭ അദ്ദേഹത്തെ ഉയർത്തിയത്. എത്രയോ വിശുദ്ധരായിരുന്നു, ഇപ്പോഴും വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്ന ഇത് കാത്തു കിടക്കുകയാണ് തെളിവുകളും അന്വേഷണങ്ങളും. എന്നാൽ ഇത്രയും പെട്ടെന്ന് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നത്, ആ മഹത്തായ 3 ദിവസത്തിൻ്റെ ഓർമ്മ, അതായത് പെസഹാവേഴം. ഇന്ന് പെസഹാവേഴത്തിലാണ് ഞാനിങ്ങനെ ഒരു മെസ്സേജ് ഇടുന്നത്. പരിശുദ്ധാത്മാവ് പ്രേരണ തന്നുകൊണ്ട് മാത്രമാണ്. കാരണം ഇതിലൂടെ ദൈവം രോഗശാന്തിനെക്കുറിച്ചും അത്ഭുതങ്ങളെക്കുറിച്ചും അടയാളത്തെക്കുറിച്ചും വചനത്തിനെക്കുറിച്ചും വിശ്വാസത്തിനെക്കുറിച്ചൊക്കെ എല്ലാവരും പറഞ്ഞു തരുന്നുണ്ട്. എന്തുകൊണ്ടോ ഈ ഒരു വിഷയത്തിൽ പലരും അധികം തൊടുന്നില്ല. ദിവ്യകാരുണ്യത്തിലേക്ക് ഒന്ന് നയിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ പല കുരുക്കുകളും. ആളെത്താത്ത, ദൂരമെത്താത്ത സ്ഥലങ്ങളും സിദ്ധന്മാരെയും ധ്യാന കേന്ദ്രങ്ങളെയും ബന്ധന പ്രാർത്ഥനക്കാരെ എല്ലാം മനുഷ്യരെ അന്വേഷിച്ചുകൊണ്ട് ഓടുകയാണ്. തൊട്ടടുത്തുള്ള ദേവാലയത്തിൽ ദിവ്യകാരുണ്യ ഈശോ എന്നെയും നിങ്ങളെയും കാത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിൽ എത്ര പേരാണ് ഈ കുർബാന അർപ്പണത്തിൽ പങ്കെടുക്കുന്നത് എന്നൊന്ന് ചിന്തിച്ച് നോക്കുക. സാധാരണ അറിയാം, അത്ഭുതങ്ങളുടെ പുറകെ പോയിക്കോട്ടെ, രോഗശാന്തിയുടെ പുറകെ പോയിക്കോട്ടെ, അതൊന്നും വേണ്ട എന്നല്ല. വചനം പ്രഘോഷിക്കുന്നിടത്ത് അതെല്ലാം സംഭവിക്കും. പക്ഷേ ഈശോയെ നിങ്ങൾക്ക് വേണ്ടേ, ദിവ്യകാരുണ്യം വേണ്ടേ, അത് സാത്താൻ നമ്മളെ അടുപ്പിക്കാതിരിക്കാനായിട്ട് പരിശ്രമിക്കും. അപ്പോൾ ആ മഹത്തായ 3 ദിവസത്തിൻ്റെ ഓർമ്മ, പെസഹാവേഴം, ദുഃഖവെള്ളി, ഉത്ഥാനം, നിന്റെ ജീവിതത്തിൽ ഓരോ ദിവസവും അറിയുക, അനുഭവിക്കുക, അതനുസരിച്ച് ജീവിക്കുക. നീ ദിവ്യകാരുണ്യമായി തീരും. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ദിവ്യകാരുണ്യമായി തീരണോ? പെസഹാവേഴം, ദുഃഖവെള്ളി, ഉത്ഥാനം. ഇന്ന് പെസഹാവേഴമാണ്. ദുഃഖവെള്ളിയിലേക്ക് ഏതാനും മണിക്കൂറുകൾ കാലെടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാ പെസഹാവേഴം, ദുഃഖവെള്ളിയും ഉത്ഥാനം, ഉയർപ്പ് തിരുനാൾ. ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ട്. ഒരു കയറ്റം ഉണ്ടെങ്കിൽ എന്തുണ്ട്? ഒരു ഇറക്കമുണ്ട്. ഒരു സഹനം ഉണ്ടെങ്കിൽ ഒരു സന്തോഷമുണ്ട്. ഒരു വേദന ഉണ്ടെങ്കിൽ അതിനൊരു ആശ്വാസമുണ്ട്. നിന്റെ ജീവിതത്തിൽ ഓരോ ദിവസവും അറിയുക, അനുഭവിക്കുക, അതനുസരിച്ച് ജീവിക്കുക. ദിവ്യകാരുണ്യമായി തീരും. അപ്പോൾ പെസഹാവേഴത്തിൽ എന്താണ്? ദൈവം മനുഷ്യൻ്റെ പാദങ്ങൾ കഴുകി അനുരഞ്ജനപ്പെടുത്തിയ ഒരു ദിവസമാണ്. ഗുരുവും നാഥനുമാകും ഞങ്ങളുടെ പാദം കഴുകി നിങ്ങളും അതുപോലന്യോന്യം പാദം കഴുക വേണം. നവ്യമായൊരു കൽപ്പന ഞാൻ നിങ്ങൾക്കിന്നീത നൽകുന്നു. നിങ്ങളെ ഞാൻ സ്നേഹിച്ച പോലവേ നിങ്ങളന്യോന്യം സ്നേഹിപ്പിൻ. പാദത്തോളം താഴുമ്പോൾ സ്വർഗത്തോളം ഉയരും. അതുകൊണ്ട് പെസഹാവേഴം ദൈവം മനുഷ്യൻ്റെ പാദം കഴുകി അനുരഞ്ജനപ്പെടുത്തിയ ദിവസമാണ്. നമ്മുടെ പാപം എത്ര വലുതാണെങ്കിലും സാരമില്ലെന്ന് പറഞ്ഞ് നമ്മുടെ കാല് പിടിക്കുന്ന, പാദം കഴുകുന്ന ഈശോ, ഇതാ ദൈവം മനുഷ്യന് ഭക്ഷണവുമായി മാറിയ. യോഹന്നാൻ 3:16 പറയും, എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കാൻ തൻ്റെ ഏകജാതനെ ദൈവം നൽകിയ വിട്ടു തന്ന ദിവസം, ഇതാ സ്വർഗം ഭൂമിയിൽ ഒന്നായി തീർന്ന ദിവസം, ദൈവം മനുഷ്യനോട് കരുണ കാണിച്ച ദിവസം, നമ്മളോട് ക്ഷമിച്ചതിൻ്റെ ദിവസം, വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിൻ്റെ ദിവസം, പൗരോഹിത്യം സ്ഥാപിച്ചതിൻ്റെ ദിവസം.
എത്ര മനോഹരമാണ് ഈ പെസഹവ്യാഴം. ദുഃഖവെള്ളി ക്ഷമയുടെ പൂർണ്ണതയാണെങ്കിൽ ഉദ്ധാനം ജീവൻ നൽകലിൻ്റെ അനുഭവമാണ്. കാരണം ഈശോ വന്നത് ജീവൻ നൽകാനാണ്. യോഹന്നാൻ 10:10 ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവനുണ്ടാകാനും അത് സമൃദ്ധിയായിട്ട് നൽകാനുമാണ്. ഓരോ ദിവ്യകാരുണ്യ സ്വീകരണത്തിലും ഓരോ വിശുദ്ധ കുർബാനയിലും ഈ അനുഭവമാണ് എനിക്ക് നിങ്ങൾക്കുണ്ട്. എൻ്റെ ജീവിതത്തിൽ പരമാവധി ഞാൻ നവീകരണ ധ്യാനത്തിലേക്ക് വന്ന നാൾ മുതൽ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്നതിൽ വീഴ്ച വരുത്താതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കും. അല്ലെങ്കിൽ ഞാൻ കുമ്പസാരത്തിൽ പോലും എൻ്റെ ഒരു കുമ്പസാര രഹസ്യം കൂടി പറഞ്ഞിട്ടുണ്ട്. സമർപ്പണത്തിനനുസരിച്ച് പോയിട്ടില്ല, അല്ലെങ്കിൽ കുർബാന ചില ദിവസങ്ങളിൽ മുടങ്ങിപ്പോകും. അപ്പോൾ അച്ഛൻ പറയും ഞായറാഴ്ച കുർബാന അല്ല, ഞായറാഴ്ച കുർബാന അല്ല, എല്ലാ ദിവസവും കുർബാനയെ സംബന്ധിക്കാമെന്ന് സമർപ്പണം നടത്തി പ്രാർത്ഥിച്ചിട്ടുള്ളതാണ്. ഭയങ്കര വിഷമമാണെന്ന് പറയും. അപ്പോൾ അച്ഛൻ പറയും സാരില്ല, ഞായറാഴ്ച മുടങ്ങാതിരുന്നാൽ മതി, സാബത്ത് ആചരിക്കണം. അല്ല, ഞാൻ ഞായറാഴ്ച അല്ല, എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ. അപ്പോൾ നമുക്ക് ചുറ്റുമുള്ള പള്ളികളിൽ രാവിലെ അല്ലെങ്കിൽ വൈകിട്ടൊക്കെ ഈ ചുറ്റളവുകളിൽ തന്നെ നമ്മൾ ഓരോരുത്തരും അന്വേഷിക്കുമ്പോൾ അരമണിക്കൂർ, 3/4 മണിക്കൂർ, 1 മണിക്കൂറൊക്കെ കൊണ്ട് തീരുന്ന അങ്ങനെ പല വിധത്തിൽ ലാറ്റിൻ, മലങ്കര, സുറിയാനി കുർബാനകളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളിൽ എത്ര പേരാണ് ഞായറാഴ്ച തന്നെ വളരെ കഷ്ടപ്പെട്ടാണ് ഒരു ദിവസം വിശ്രമിക്കാൻ കിട്ടിയെന്നും പറഞ്ഞിട്ട് അത് വളരെ വിഷമിച്ച് കുർബാനയിൽ പങ്കെടുക്കുന്നവരൊക്കെ അതിൻ്റെ കിട്ടേണ്ട യഥാർത്ഥ ആ ഫലം കിട്ടാതെ പോകും. അപ്പോൾ ഈ 3 ദിവസത്തിൻ്റെ ഓർമ്മ നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകുമ്പോൾ അത് പ്രകാരം ജീവിക്കുമ്പോൾ പെസഹവ്യാഴം, ദുഃഖവെള്ളി, ഈസ്റ്റർ നമ്മുടെ ജീവിതമായി മാറണം, ജീവിതാനുഭവമായി മാറണം. ഓരോ വിശുദ്ധ കുർബാനയിലും മാറുന്നത് ഇത് തന്നെയാണ്. അപ്പോൾ നാം ദിവ്യകാരുണ്യമായി മാറും. എൻ്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ദർശനങ്ങളുണ്ടായിട്ടുള്ളത്, പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുത്ത് ഇപ്പോഴും ഞാൻ എൻ്റെ ശുശ്രൂഷയിൽ ഇന്നും നിലനിൽക്കുന്നതിൻ്റെയും ഈ ശുശ്രൂഷാ വേദിയിൽ ശുശ്രൂഷയെ തല്ലിത്തെറിപ്പിച്ച് തല്ലിക്കെടുത്തി കളയുന്നത് പോലെ പരീക്ഷണങ്ങളും പ്രലോഭനങ്ങളും പീഡനങ്ങളും ഒക്കെ ഉണ്ടായപ്പോൾ അതെല്ലാം ചവിട്ടുപടികളാക്കി മാറ്റാൻ ദൈവം പരിശുദ്ധാത്മാവിലൂടെ കൃപ തന്നത് വിശുദ്ധ കുർബാനയിൽ മുടങ്ങാതെ സംബന്ധിക്കുന്നതിൻ്റെ അനുഗ്രഹമാണെന്ന് ആരുടെ മുമ്പിൽ വേണമെങ്കിലും പറയാനായിട്ട് സാധിക്കും. അതുകൊണ്ട് കർത്താവിൻ്റെ ശരീരം യോഹന്നാൻ 6:54 പറയുന്നുണ്ട്, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. ഈ ജീവിതത്തിൽ മാത്രമല്ല, വരാനിരിക്കുന്ന ജീവിതത്തിലേക്കുള്ള അഭിഷേകവും ശക്തിയാണ്. 1 Corinthians 2:9 പറയുന്നുണ്ട്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി ഒരുക്കിയിരിക്കുന്നവ മനുഷ്യൻ്റെ കണ്ണ് കാണുകയോ കാത് കേൾക്കുകയോ ഹൃദയം ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. ഇത് എൻ്റെ ഓർമ്മക്കായി നിങ്ങൾ ചെയ്യുവിനെന്ന് പറഞ്ഞ് എനിക്ക് നിങ്ങൾക്കും വേണ്ടി കർത്താവ് നൽകിയിരിക്കുന്ന ഈ ജീവൻ്റെ അപ്പം ഒരു പാട്ടിൻ്റെ വരിയിൽ പണ്ട് പോപ്പുലർ മിഷൻ ധ്യാനത്തിന് പഠിച്ചിട്ടുള്ള ചെറുതായിരുന്നപ്പോൾ, ജീവൻ്റെ അപ്പമാണു ഞാൻ, നിത്യജീവൻ്റെ അപ്പമാണു ഞാൻ, ജീവനാണു ഞാൻ, മാർഗമാണു ഞാൻ, നിത്യവും നയിച്ചിടുന്ന ശക്തിയാണ് ഞാൻ, ജീവൻ്റെ അപ്പമാണു ഞാൻ, നിത്യജീവൻ്റെ അപ്പമാണു ഞാൻ. അപ്പം ഇന്ന് ഈ പാട്ടുകൾ ദിവ്യ കാരുണ്യമായെൻ്റെ ഉള്ളിൽ എന്നീശോ എത്തും നേരം, അല്ലേ? അതല്ലേ പാടുന്നത്? ദിവ്യകാരുണ്യം ഓർക്കുകിലോ നിരുപമവിസ്മയം, അമ്മ മറന്നാലും ദൈവം മറക്കില്ലെന്ന അനുഭവം എന്നെ പഠിപ്പിച്ചു. ദൈവസ്നേഹം ഓർത്തിടുകിൽ എന്തൊരത്ഭുതം, ദിവ്യകാരുണ്യം ഓർക്കുകിലോ നിരുപമവിസ്മയം. അപ്പോൾ യഥാർത്ഥ ദിവ്യകാരുണ്യ ഭക്തി എങ്ങനെയാണോ അതാണ്, എന്താണോ അതാണ് ക്രിസ്ത്യാനിയുടെ ജീവിതം. യോഹന്നാൻ 6:57 പറയുന്നുണ്ട്, ജീവിക്കുന്നവനായ പിതാവ്, യേശു പറഞ്ഞു ജീവിക്കുന്നവനായ പിതാവ് എന്നെ അയച്ചു, ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു, അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. അപ്പോൾ സ്വർഗത്തിൻ്റെ ഈ ജീവിതത്തിൽ സഹനം ഉണ്ടാകാം, ദുഃഖവെള്ളി അനുഭവം ഉണ്ടാകാം, പെസഹവാഴ അനുഭവങ്ങളിലൂടെ കടന്നു പോകാം. പക്ഷേ ഉയർപ്പിൻ്റെ ഉദ്ധാനത്തിൻ്റെ മഹത്വത്തിലേക്ക് എന്നെയും നിങ്ങളെയും എത്തിക്കുന്നത് ഇത്
ദിവ്യകാരുണ്യമാണ്, വിശുദ്ധ കുർബാനയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ജെറോം പഠിപ്പിക്കുന്നത്, ഭക്തിയോടുകൂടി ഓരോ വിശുദ്ധ കുർബാനയും അർപ്പിക്കുമ്പോൾ നിരവധി ആത്മാക്കൾ ശുദ്ധീകരണ സ്ഥലത്ത് നിന്നും വിമോചിതരാവുകയും പറുദീസയിലേക്ക് പറന്നു പോവുകയും ചെയ്യുന്നു. പറുദീസയിലേക്ക് പറന്നു പോകുന്നു. എങ്ങനെ പറന്നു പോകുന്നു? അതാണ് ദിവ്യകാരുണ്യത്തിൻ്റെ ശക്തി. ഞാനും നിങ്ങളും വിശുദ്ധ കുർബാന കണ്ട് കാഴ്ചവെക്കുമ്പോൾ, ഭക്തിയോടെ ഒരുക്കത്തോടെ സ്വീകരിക്കുമ്പോൾ ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചുപോയവർക്കും അത് വലിയ അനുഗ്രഹ കാരണമാണ്. എന്നോട് ചിലരൊക്കെ വിളിച്ച് ഇന്ന ടെസ്റ്റ് IELTS OET അല്ലെങ്കിൽ എഴുതിയിട്ട് കിട്ടാത്ത പരീക്ഷ ഇനി എഴുതാൻ പോകണമെന്ന് പറയുമ്പോൾ ഞാൻ പറയും കൗൺസിലിംഗ് എടുത്ത് കുമ്പസാരിച്ച് പ്രാർത്ഥിക്കാനുള്ള വചനവും പറഞ്ഞു കൊടുക്കും. കുമ്പസാരിച്ച് വിശ്വകുർബാന സ്വീകരിച്ചിട്ട് പോയി എഴുതിക്കുമെന്ന് പറയും. ഇനി ഒരിക്കലും കിട്ടൂലെന്ന് പറഞ്ഞാൽ പലരും പിന്നീട് അത്ഭുതകരമായിട്ട് സാക്ഷ്യപ്പെടുത്താറുണ്ട്. ഇതിനേക്കാൾ ശക്തിയായിട്ട് കിട്ടുമെന്ന് വിചാരിച്ച സമയത്ത് കിട്ടാത്തതിനേക്കാൾ എളുപ്പമായി തീർന്നു എന്ന് അത്ഭുതം നടന്ന. അതുകൊണ്ട് ഏത് തടസ്സവും മാറിപ്പോകും. കല്യാണം നടക്കുന്നില്ല 35 വയസ്സെന്നും പറഞ്ഞു വന്ന ചെറുപ്പക്കാരനോട് ഞാൻ പറഞ്ഞു, നീ മുടങ്ങാതെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക. സാധിക്കുമ്പോഴൊക്കെ അരമണിക്കൂറെങ്കിലും ഏതെങ്കിലും ദിവ്യകാരുണ്യ ആരാധനയിൽ പോയിരുന്നു പ്രാർത്ഥിക്കുക. കല്യാണം അന്വേഷിച്ച് നടക്കേണ്ടി വന്നില്ല. കർത്താവ് കൊണ്ടുവന്നിട്ട് കൊടുത്തതുപോലെ കാര്യങ്ങൾ ക്രമീകരിച്ച് വിവാഹം നടന്നു. അതുകൊണ്ട് വിശുദ്ധ കുർബാന വലിയ ശക്തിയാണ്. ഫ്രാൻസിൽ പോകാൻ ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായിപ്പോയി. ഇനി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ മോളിൽ കയറി ഇരിപ്പാണ്, പള്ളിയിലും പോകുന്നില്ല, ഒന്നുമില്ല. ആ സമയത്താണ് ആ വീട്ടിൽ പ്രാർത്ഥിക്കാനായിട്ട് വന്ന സമയത്ത് വീട്ടുകാർ പറഞ്ഞു, അവൻ വരുമോയെന്ന് അറിയില്ല, പ്രാർത്ഥന കഴിഞ്ഞിട്ടൊന്ന് വിളിച്ചു നോക്കാമെന്ന് പറഞ്ഞു. അവരെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ വിളിച്ചിരിക്കുകയാണ്. പ്രാർത്ഥന കഴിഞ്ഞ് അവനെ വിളിച്ചു. എന്തോ ദൈവഭാഗ്യം കൊണ്ട് മധ്യസ്ഥ പ്രാർത്ഥനയുടെയൊക്കെ ശക്തിയും ദൈവകരുണ അവൻ വന്നു. അവനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, മോൻ 2 ആഴ്ച വിശുദ്ധ കുർബാനയിലും സംബന്ധിക്ക് അരമണിക്കൂർ ദിവ്യകാരുണ്യ ആരാധന അപ്പോൾ ആ പള്ളിയിൽ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. പങ്കെടുക്കാൻ തുടങ്ങി. അങ്ങനെ ഓൺലൈനായിട്ടാണ് അവന് വേണ്ടിയുള്ള വീണ്ടും അടുത്ത ഇത് നടന്നത്. പക്ഷേ ഓഫ്ലൈനായിട്ട് ചെന്നൈയിലും ബാംഗ്ലൂരൊക്കെ പോയി അതിൽ അറ്റൻഡ് ചെയ്തവരെല്ലാം തോറ്റുപോയി. 2 പേര് ഓൺലൈൻ അറ്റൻഡ് ചെയ്തതിൽ ഇവ മാത്രം ടെസ്റ്റിൽ പാസ്സായി. ഇപ്പോൾ ഫ്രാൻസിൽ എത്തിച്ചേർന്നു. പ്രൈസലോ. ദിവ്യകാരുണ്യത്തിൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ വാക്കുകൊണ്ട് ഒതുങ്ങുന്നതല്ല എൻ്റെ പ്രിയപ്പെട്ടവർ. എൻ്റെ ജീവിതത്തിൽ അസാധ്യമായ ഒത്തിരി കാര്യങ്ങൾ ഞാൻ നേരിട്ട് അനുഭവിച്ചറിയുകയും ഈശോയെ കാണുകയും അനുഭവിക്കുകയും കുരുങ്ങിക്കിടക്കുന്ന പല പ്രശ്നങ്ങളിലും പലർക്കും പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർ എൻ്റെ തൊട്ടടുത്ത് തന്നെ പള്ളിയുണ്ട്, ഒരു ദിവസം എനിക്ക് കൂടാനായിട്ട് സാധിക്കും, ഒരു വിലയും കൽപ്പിക്കാതെ ഈശോയെ കണ്ടെത്താൻ എവിടെയെല്ലാം ഓടിക്കൊണ്ടിരിക്കുന്നവരോട് പറഞ്ഞു തരാനുള്ള മറുപടി ഇതാണ്. നിങ്ങൾ ദിവ്യകാരുണ്യത്തിലേക്ക് വാ, ഭക്തിയോടെ കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കുക, നിത്യാരാധനയിലിരുന്ന് പ്രാർത്ഥിക്കുക. ഭക്തിഗാന മേഖലയിൽ ഇന്ന് അസുലഭമായി ഗാനങ്ങൾ വാരി വിതറി പ്രശസ്തിയുടെ ഉച്ചസ്ഥായിലെത്തിയിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഒരു സഹോദരൻ എന്നോട് പറഞ്ഞതാ, എടാ എനിക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ കൂനമാവ് പള്ളിയിലും കലൂർ സെയിൻറ്റ് ആൻ്റണീസ് പള്ളിയിലും ദിവ്യകാരുണ്യ ആരാധനയിൽ വന്ന് ഇരുന്ന് പ്രാർത്ഥിക്കും. അപ്പോൾ വരികൾ അല്ലെങ്കിൽ അപ്പോൾ പ്രത്യേക ശക്തി എൻ്റെ മനസ്സിൽ കിട്ടും. ഇന്ന് ഭക്തിഗാന രചനയിൽ ഉന്നതിയിലെത്തി നിൽക്കുന്ന ഒരു സഹോദരൻ പങ്കുവച്ചത് ദിവ്യകാരുണ്യ ആരാധനയിലൂടെ കിട്ടുന്ന ആ ശക്തിയെക്കുറിച്ച് എന്നോട് നേരിട്ട് പറഞ്ഞ കാര്യം ഓർക്കുകയാണ്. അതുപോലെയുള്ള പല ശുശ്രൂഷകരെയും അറിയാം. അപ്പോൾ വിശുദ്ധ ഫ്രാൻസിസ് അസീസി പറഞ്ഞ ഇതാണ്, ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ പരമോന്നത പുത്രനെ അവിടുത്തെ പരമപരിശുദ്ധ ശരീരത്തിലും രക്തത്തിലും കൂടി അല്ലാതെ, എന്താണ് രക്തങ്ങളിൽ കൂടി അല്ലാതെ, അതാണെന്ത് വിശുദ്ധ കുർബാന, അല്ലാത്ത എൻ്റെ കണ്ണുകൾ കൊണ്ട് കാണാൻ എനിക്ക് കഴിയാത്തതിനാലാണ് ദിവ്യകാരുണ്യം എന്നെ ഇത്രയധികം സ്വാധീനിക്കുന്നത്. അതുകൊണ്ട് ഈ ഭൂമിയിൽ എൻ്റെ ഈശോയെ ഏത് ചിത്രത്തിലും ഏത് വരികളിലും ഏത് വാക്കുകളിലും ഏത് പാട്ടുകളിലും കേൾക്കുന്നതിനേക്കാൾ വിശുദ്ധ കുർബാനയിൽ ദിവ്യകാരുണ്യത്തിൽ എൻ്റെ കണ്ണുകൾ കൊണ്ട് എനിക്ക് കാണുവാൻ കഴിയും. ഈ ഭൂമിയിൽ ഈ പരമോന്നത ദൈവത്തിൻ്റെ പുത്രനെ പരമപരിശുദ്ധ ശരീരത്തിലും രക്തത്തിലും കൂടി അല്ലാത്ത എൻ്റെ കണ്ണുകൾ കൊണ്ട് എനിക്ക് കാണാൻ കഴിയാത്തതിലാണ് ദിവ്യകാരുണ്യം എന്നെ ഇത്രയധികം സ്വാധീനിക്കുന്നത്. മറ്റൊന്നിലും കാണാൻ അനുഭവിക്കാൻ പറ്റാത്ത അത്ര അഭിഷേകം ഏറ്റവും ഭക്തിയോടെ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിലിരിക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും കിട്ടും. അതുകൊണ്ട് വിശുദ്ധ കുർബാന
നിസ്സാരമല്ല, അനുഗ്രഹങ്ങളുടെ കലവറയാണ്. അത് അനുഗ്രഹങ്ങളുടെ പവർ ഹൗസ് ആണ്. അതുകൊണ്ടാണ് സഖറിയ പ്രവചനത്തിൽ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് വചനം. സഖറിയ പ്രവചനം 9-ാം അധ്യായം 17-ാം വാക്യം. അത് എത്ര വിശിഷ്ടവും സുന്ദരവുമായിരിക്കും. അപ്പോൾ ധാന്യം യുവാക്കളെയും പുതുവീഞ്ഞ് യുവതികളെയും പുഷ്ടിപ്പെടുത്തും. സുന്ദരന്മാരാക്കും, സുന്ദരിമാരാക്കും, ചൈതന്യം കിട്ടും. അതും ഇതൊന്നും വാരിക്കോരി തേക്കണ്ട. ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നവരുടെ മുഖത്ത് നോക്കിയാൽ ആ കൗതാശികമായ അഭിഷേകം, ചൈതന്യം മനസ്സിലാക്കാൻ സാധിക്കും. ഒരു തിന്മയും അവരെ ഉപദ്രവിക്കുകയില്ല. മത്തായി 26:26 പറയുന്നുണ്ട്, അവർ ഭക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈശോ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, വാങ്ങി ഭക്ഷിക്കുവിൻ, ഇത് എൻ്റെ ശരീരമാണ്, വാങ്ങി ഭക്ഷിക്കുവിൻ. ഇത് ചെയ്യരുത്, ഇത് കഴിക്കരുത് എന്ന് മനുഷ്യരോട് പറഞ്ഞു. അത് തന്നെ ചെയ്തു, അത് തന്നെ കഴിച്ചു. ഉൽപ്പത്തി പുസ്തകത്തിൽ ആദത്തിനോട് ഹവ്വയോടും പറഞ്ഞത്. എന്നാൽ അത് ചെയ്യരുതെന്ന് പറഞ്ഞത് ചെയ്തു. ഇന്ന് പറയുന്ന ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യും. ഇത് വാങ്ങി കർത്താവ് അരുളി ചെയ്തു. മത്തായി 26:26 വാങ്ങി ഭക്ഷിക്കുവിൻ, ഇതെൻ്റെ ശരീരം. അപ്പം പറയും അത്ര വലുതാണെങ്കിൽ അവിടെ വെച്ചേക്കെന്ന് പറയും. എന്തെല്ലാം നിന്നാവമാനങ്ങളാണ് ഇന്ന് വിശുദ്ധ കുർബാനയ്ക്കെതിരെ പറയുന്നതും ഒന്ന് പള്ളിയിൽ പോകാൻ പറഞ്ഞാൽ കാണിച്ചു കൂട്ടുന്നതും ബാക്കി എന്ത് കാര്യത്തിനും ചാടി വീഴും. അത്രമാത്രം തിന്മ ഇന്ന് മനുഷ്യരെ വലിഞ്ഞു മുറുകിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ദിവ്യകാരുണ്യത്തിനെതിരെ നടക്കുന്ന നിന്നാവമാനങ്ങൾക്കെതിരെ ദൈവത്തോട് മാപ്പും പ്രതിയും സമർപ്പണവും ആരാധനയും കാഴ്ചവെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും വിശുദ്ധ കുർബാനയോടുള്ള ഭക്തിയിൽ കടന്നു വരുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യോഹന്നാൻ 6:54 വചനം വീണ്ടും പറയും, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനകം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്, അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. ഈ വചനം എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചോ നരകത്തിലോട്ട് തള്ളിക്കളയാൻ ദൈവം ഇടയാക്കുകയില്ല. ദിവസവും വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവരുടെ ആത്മാക്കളെ ദൈവം ഒരിക്കലും കൈവിടുകയില്ല. യോഹന്നാൻ 6:54, മത്തായി 26:26, മാർക്കോസ് 14:24 അവൻ അവരോട് അരുളി ചെയ്തു, ഇത് അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്നത് ഉടമ്പടിയുടേതുമായ എൻ്റെ രക്തമാണ്. കവനൻ്റൽ ബ്ലഡ്, രക്തം കൊണ്ടെഴുതിയതാണ്, രക്തത്തിൽ തീർത്ത ഉടമ്പടിയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ 1 കൊറിന്തോസ് 10:16 അവസാനമായിട്ട് നാം ആശീർവദിക്കുന്ന അനുഗ്രഹത്തിൻ്റെ പാനപാത്രം മിശിഹായുടെ രക്തത്തിലുള്ള ഭാഗഭാഗിത്വമല്ലേ? നാം മുറിക്കുന്ന അപ്പം മിശിഹായുടെ ശരീരത്തിലുള്ള ഭാഗഭാഗിത്വമല്ലേ? എൻ്റെ അപ്പം മരിക്കുന്നതിന് മുമ്പൊക്കെ പറഞ്ഞിട്ടുള്ളതും പലതവണ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. പലരോടും പറഞ്ഞു കൊടുക്കുന്നതും കേട്ടിട്ടുണ്ട്. അപ്പവും വീഞ്ഞും ഉയർത്തുന്ന വിശുദ്ധ കുർബാനയുടെ ആ സമയത്ത് തിരുവോസ്തിയും വീഞ്ഞും ഉയർത്തുന്ന ആ പ്രാർത്ഥനയുടെ ആ സമയത്ത് ഏത് പേരോ അസാധ്യമോ ശത്രുവോ തടസ്സങ്ങളോ ഏത് കാര്യമാണോ അതിലേക്ക് കൊടുത്തു പ്രാർത്ഥിച്ചാൽ അത്ഭുതകരമായിട്ടുള്ള വിടുതൽ, തുറവി, നീതി നടപ്പാക്കൽ വഴി തുറന്ന് കിട്ടും. അതിന് വിശ്വാസം വേണം. ചോദ്യം ചെയ്യലുണ്ടാകരുത്, സംശയമനസ്ഥിതി പാടില്ല. യാക്കോബ് 1:7 സംശയമനസ്കനും എല്ലാ കാര്യങ്ങളും ചഞ്ചലപ്രതിയുമായ ഒരുവന് ദൈവത്തിൽ നിന്ന് ഒന്നും കിട്ടുകയില്ല. ഹെബ്രായർ 4:2 അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല, കാരണം അവർ അതിൽ വിശ്വസിച്ചില്ല. കുഴപ്പം അവരുടെ തന്നെയാണ്. അതുകൊണ്ട് ഈശോയെ തൊട്ടുരുമ്മി നടന്നിരുന്ന ഫരിസേയരെയും നിയമജ്ഞരെയും പോലെ ആയിത്തീരാതെ, ചോദ്യം ചെയ്യുന്നവരും സംശയിക്കുന്നവരും തർക്കിക്കുന്നവരും കുറ്റം കണ്ടുപിടിക്കുന്നവരും ആയിത്തീരാതെ വിശ്വാസത്തോടെ ആ വസ്ത്രാഞ്ജനത്തിൽ സ്പർശിച്ച രക്തവസ്താവക്കാരി സ്ത്രീ ഈശോ ചോദിച്ചു, ആരാണ് എന്നെ സ്പർശിച്ചത്? അപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, ചുറ്റും തെക്കും തിരക്കുമാണ്. ഓരോ വിശുദ്ധ കുർബാനയിലും ഈശോയെ കൊണ്ട് ഇത് ചോദിപ്പിക്കാൻ എനിക്ക് നിങ്ങൾക്കും അവസരമുണ്ട്. ആരാണ് എന്നെ സ്പർശിച്ചത്? വിശ്വാസത്തോടെയാണോ വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നത്? താല്പര്യത്തോടെയാണോ നമ്മൾ പോകുന്നത്? അല്ലെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്ക്, വിശുദ്ധികാരണത്തോടുള്ള ഭക്തി എനിക്ക് വർദ്ധിപ്പിച്ചു തരണം, എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, ദൈവം എൻ്റെ ഹൃദയത്തെ അങ്ങ് തുറക്കണമേ. എൻ്റെ ജീവിതത്തിൽ, ശുശ്രൂഷ ജീവിതത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് വരുന്ന ആളുകളോടും പ്രാർത്ഥിക്കാൻ ശുശ്രൂഷ ചെയ്യാൻ പോയ പ്രോഗ്രാമുകളിലും പലരെയും ദിവ്യകാരുണ്യ ഭക്തിയിലേക്ക് നയിക്കാനുള്ള നിരവധി അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവസാനം അവർ തന്നെ തിരിച്ചു പറഞ്ഞ, ഇനി മുതൽ ബ്രദർ പറഞ്ഞു വിട്ടത് കൊണ്ടല്ല, ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ദിവ്യകാരുണ്യത്തിൻ്റെ ശക്തി. അങ്ങനെ കഴിഞ്ഞ 35 വർഷത്തെ ശുശ്രൂഷാ ജീവിതത്തിൽ അപ്പൻ്റെ കള്ളുകൂടി മാറാൻ വേണ്ടി നശിച്ച് ദ്രവിച്ച് കിടന്ന കുടുംബത്തിനു വേണ്ടി ധ്യാനം കൂടി അന്ന് തൊട്ട് എല്ലാ ദിവസവും കുർബാനയെ കൂടാൻ തുടങ്ങി. ആ ചൈതന്യത്തിൽ ദൈവകൃപയാൽ
ആകയാൽ ദൈവം ഇടയാക്കുമ്പോൾ പരമാവധി മുടങ്ങാതെ വിശ്വകുർബാനയിൽ പങ്കെടുക്കുന്നു. എന്നെ കേൾക്കുന്നവരോടും പറഞ്ഞു തരാനുള്ള ഒറ്റ കാര്യം ഇതാണ്: റിസൾട്ടിലേക്ക് നോക്കിയിരിക്കാതെ നിങ്ങൾ ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കുക. എല്ലാ ദിവസവും വിശ്വകുർബാനയിലേക്ക് ഓടുക. നിത്യാരാധനയിലിരുന്ന് അരമണിക്കൂറെങ്കിലും നിങ്ങളൊന്ന് സാധിക്കുന്നത് പോലെ കുറച്ച് ദിവസങ്ങൾ അടുപ്പിച്ച് പ്രാർത്ഥിക്കുക. വലിയ പവർ ഹൗസാണ്. വിജാതീയര ഒരു കുടുംബം എന്നോട് പറഞ്ഞതാണ്, ഞാൻ അവരോടൊന്ന് ദിവ്യകാരുണ്യത്തിൽ പോയിരുന്നു പ്രാർത്ഥിച്ചിട്ട് വാ എന്ന് പറഞ്ഞ് വളരെ പ്രയാസവുമായിട്ട് വന്നപ്പോൾ മറ്റൊരാളോട് സംസാരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, അവർ പറഞ്ഞു ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾക്ക് യേശുവിനെ അറിയില്ല, ഫസ്റ്റ് ടൈം ആണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒന്നും ചെയ്യേണ്ട, ഫാൻ ഓൺ ചെയ്തിട്ട് അതിൻ്റെ അടിയിലിരുന്നാൽ പോരെ, അതുപോലെ ആ നിത്യാരാധനയിൽ ഇരുന്നൊന്ന് പ്രാർത്ഥിച്ചിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് അവർ വരുന്നില്ല. ആളെ പറഞ്ഞിട്ട് വന്നപ്പോൾ പറഞ്ഞു സംതിങ് ഈസ് കമ്മിങ് ഫ്രം, പവർ ഈസ് കമ്മിങ് ഫ്രം ദാറ്റ് അവർ ഫസ്റ്റ് എക്സ്പീരിയൻസ് ഇൻ ജീസസ് ക്രൈസ്റ്റ്. ഞങ്ങൾക്കിത് ആദ്യത്തെ അനുഭവമാണ്. അതിൽ നിന്ന് എന്തോ ഇങ്ങനെ പ്രസരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പവർ ഇങ്ങനെ നമ്മളിലേക്ക് അടിക്കുന്നതായിട്ട് തോന്നുന്നുവെന്ന്. ആത്മഹത്യ നടന്ന ഇതുപോലെ എൻ്റെ ഒരു കൂട്ടുകാരനോട് കുഴഞ്ഞു മറിഞ്ഞ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് അടിപ്പെട്ട് പത്രത്തിൽ പോലും വരുന്നത് പോലെ വായാ മനസ്സറിയാത്ത പ്രശ്നത്തിൽ കുരുക്കിൽപ്പെട്ടു പോയതാണ്. ഞാൻ പറഞ്ഞു ഒരാഴ്ച 7 ദിവസം ഇങ്ങനെ ചെയ്യുക. അപ്പോൾ അയാളും പറഞ്ഞതാ ഞാൻ അങ്ങനെ പോയൊന്നും പ്രാർത്ഥിച്ചിട്ടില്ല, എനിക്കതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. ഞാൻ അത്യാവശ്യം ഈശോയുടെ അപ്പത്തിനെയും വീഞ്ഞിനെയും കുറിച്ച്, വിശ്വകുർബാനയെക്കുറിച്ച്, നിത്യാരാധനയെക്കുറിച്ച്, ദിവ്യകാരുണ്യത്തെക്കുറിച്ച് ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞു കൊടുത്തു. അതിനപ്പുറം ഞാൻ പറഞ്ഞു യേശുവേ എനിക്ക് അങ്ങയെക്കുറിച്ച്, വിശ്വകുർബാനയെക്കുറിച്ച്, ദിവ്യകാരുണ്യത്തെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല, എനിക്ക് പഠിപ്പിച്ചു തരണമേ എന്ന്. ആത്മഹത്യ നടന്ന ആ മനുഷ്യൻ ഇപ്പോഴും ജീവിച്ചിരുന്നു. വളരെ നല്ല സാമ്പത്തിക സ്ഥിതിയിൽ ഒരു മകളുടെ കല്യാണമൊക്കെ ഇപ്പോൾ കഴിഞ്ഞു. കെട്ടുകളൊക്കെ കഴിച്ചു, പേപ്പറിലൊന്നും വന്നില്ല. നാണം കെട്ടാൽ ആത്മഹത്യ എന്ന് ഉറച്ചിരുന്ന ഒരു വ്യക്തിയാണ് പ്രാർത്ഥിപ്പിക്കാൻ വന്നത്. അതുകൊണ്ട് ഇനിയും ദിവ്യകാരുണ്യത്തിൻ്റെ ശക്തിയെക്കുറിച്ച് പറഞ്ഞു തരാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പനും അമ്മയും മുടങ്ങാതെ വിശ്വകുർബാനയിൽ പങ്കെടുത്തോ, നിങ്ങളുടെ മക്കൾ നശിച്ചു പോവുകയില്ല. ഇപ്പം ഇങ്ങനെ മാറിപ്പോയാലും അതിൽ പോയി തിരിച്ച് ഈ വഴി കൂടെ തന്നെ വന്ന് കയറിക്കോളും. അങ്ങനത്തെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. പുറകെ നടന്ന് തല്ലിപ്പഴിപ്പിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചേച്ചാൽ മതി. വിസറിത പുണ്യവതി തൻ്റെ മക്കൾ നശിച്ചു പോകാതിരിക്കാൻ പ്രാർത്ഥിച്ച കഥ കേട്ടിട്ടില്ലേ? അപ്പനെ കൊന്നവരോടുള്ള വൈരാഗ്യം വെച്ചുകൊണ്ട് വളർന്നപ്പോൾ അവർ മാനസാന്തരപ്പെടാനായിട്ട് ഇടയില്ല. ഈ വൈരാഗ്യത്തിൽ നശിക്കുമെങ്കിൽ ആ മക്കളുടെ ആത്മാക്കളെ എടുക്കണം. അമ്മ ജീവിച്ചിരിക്കുന്ന കാലയളവിൽ തന്നെ ആ മക്കളുടെ ആത്മാക്കളെ ദൈവം കൈക്കൊണ്ട്. ഇങ്ങനെ ആയിരക്കണക്കിന് നൂറുകണക്കിന് അനുഭവങ്ങളാണ് തിരുസഭയിലുള്ളത്. ഇതാ ദിവ്യകാരുണ്യ ഭക്തിയുള്ള ഒരമ്മയുടെ മകൻ, വിശുദ്ധ മോനിക്ക പുണ്യവതിയുടെ മകൻ വിശുദ്ധ അഗസ്റ്റിൻ തിരുസഭാ പണ്ഡിതനും വിശുദ്ധനുമായ ഇന്നും അദ്ദേഹത്തിൻ്റെ രചനകൾക്ക് മുമ്പിൽ തിരുസഭാ പണ്ഡിതന്മാർ പോലും ഇരുന്ന് ധ്യാനിച്ചിട്ടും പഠിച്ചിട്ടും ചുരുളഴിഞ്ഞ് തീരുന്നില്ല. അത്രയ്ക്ക് അഗാധ ജ്ഞാനമാണ് ദൈവാത്മാവ് നിറഞ്ഞപ്പോൾ ദിവ്യകാരുണ്യ അദ്ദേഹത്തിന് കൊടുത്തത്. ഒട്ടുമിക്ക വിശുദ്ധരുടെയും ജീവിതം പരിശോധിച്ചാൽ ദിവ്യകാരുണ്യവുമായിട്ടുള്ള അഗാധ ഭക്തി, അഗാധ പ്രണയമുള്ളവരായിരുന്നു. വിശുദ്ധ ഡോൺ ബോസ്കോ, വിശുദ്ധ വിൻസെൻ്റ് പോൾ, വിശുദ്ധ അൽഫോൻസാമ, വിശുദ്ധ ചാവറ കുര്യോക്കോസ് അച്ഛൻ, വിശുദ്ധ വിൻസെൻ്റ് ഫെറർ, അതാണ് ഞാൻ പറയാൻ പോയത്. പറക്കുന്ന മാലാഖ എന്നൊക്കെ അദ്ദേഹത്തെ വിളിക്കുന്നവരുണ്ട്. പറന്നെത്തിക്കാര്യം നടത്തിത്തരും. വിശുദ്ധ ജോസഫ് കുപ്പർത്തീനോ, ഒത്തിരി അത്ഭുതങ്ങൾ. ദിവ്യകാരുണ്യത്തോടും വിശ്വകുർബാനയോടും യേശുവിൻ്റെ നാമത്തോടുമുള്ള അഗാധമായ ഭക്തി സമാധിയിലാണ്ട് പോയി. ഈശോയുടെ ചിത്രമോ പേരോ ഒക്കെ കേട്ടാൽ അത്രക്ക് അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു വിശ്വകുപ്പർത്തിന് ഒരു ചെരുപ്പ് കുത്തിയുടെ മകനായിരുന്നു. അതുകൊണ്ട് നമ്മൾ ആരായിരുന്നാലും എന്തായിരുന്നാലും നമ്മുടെ യോഗ്യതയാലല്ല, ഇതാ വിശുദ്ധ കുർബാനയുടെ ദിവ്യകാരുണ്യത്തിൻ്റെ സമ്പന്നതയാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഈശോയെ ഇന്ന് ഈ വചനം കേട്ടവരുടെ ഹൃദയങ്ങളെ തുറക്കണമേ. നിത്യം ഭക്തിയോടെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനുള്ള ഒരു ദാഹവും തീഷ്ണതയും ഞങ്ങൾക്ക് നൽകണമേ. ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിനെന്ന് അങ്ങ് ഞങ്ങളോട് കൽപ്പിച്ച ഞങ്ങളുടെ അപ്പനും അമ്മയോ അവരുടെ അവസാന ആഗ്രഹം, അന്ത്യ അഭിലാഷം ഞങ്ങളോട് പറഞ്ഞാൽ ഞങ്ങളത് എന്ത് വില കൊടുത്ത് സാധിച്ചു കൊടുക്കും. ഇല്ലെങ്കിൽ ഞങ്ങൾക്കൊരു സമാധാനം ഉണ്ടാകത്തില്ല. ഞങ്ങളെ സൃഷ്ടാവായ ദൈവമേ, ഇതെൻ്റെ ഓർമ്മക്കായി ചെയ്യുവിനെന്ന് അങ്ങ് ഞങ്ങളോട് കൽപ്പിച്ച ആ വാക്ക് ഇന്നേ വരെ ഞങ്ങളുടെ ജീവിതത്തിലൊരു വിലയും കൽപ്പിച്ചിട്ടുണ്ടാകത്തില്ല. കൽപ്പിക്കുന്നവരുണ്ടെങ്കിൽ അതിന് നന്ദി പറയുന്നു. കർത്താവ്, ഇന്നു മുതൽ ഈ വാക്ക് ഏറ്റെടുത്തുകൊണ്ട് വിശുദ്ധ കുർബാനയോടുള്ള ഭക്തിയിലും ആദരവിലും ദൈവമേ അത് ഞങ്ങളുടെ നന്മക്ക് വേണ്ടിയാണ് എന്ന് ഞങ്ങളുടെ ഹൃദയം തുറയാനും, ഫലപുഷ്ടിയുള്ള നിലത്താണ് നല്ല ഫലം, നല്ല വിളവ് ലഭിക്കുന്നത്. ഇതുപോലെ ദിവ്യകാരുണ്യത്തോട് ഞങ്ങൾ പ്ലഗ് ചെയ്യുമ്പോൾ ഫോൺ
ചാർജറുമായിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ് അതിൽ ആ ചാർജ് നിറയുന്നത്. ഇതുപോലെ തന്നെ ആ നെറ്റ് ഓൺ ആയിരിക്കുമ്പോൾ മാത്രമാണ് ആ നെറ്റിൻ്റെ ഉപയോഗം, സോഷ്യൽ മീഡിയയുടെ ആ പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കുന്നത്. ഇതുപോലെ വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട് ജീവിക്കാൻ ഞങ്ങൾ ഏതെല്ലാം വചന പ്രഘോഷങ്ങൾ കേട്ടാലും നടത്തിയാലും യൂട്യൂബ് വീഡിയോ കണ്ടാലും എവിടെയെല്ലാം ഡെലിവറൻസ് എന്തെല്ലാം പ്രാർത്ഥനക്കും പ്രസംഗത്തിനും ധ്യാനത്തിനും പോയാലും വിശുദ്ധ കുർബാനയോടുള്ള ഭക്തി ഞങ്ങളിലില്ലെങ്കിൽ മറ്റുള്ളതെല്ലാം വ്യർത്ഥമാണെന്ന് ഞങ്ങളിന്ന് അനുഭവങ്ങളിലൂടെ വചനത്തിലൂടെ വിശുദ്ധരുടെ സാന്നിധ്യത്തിലൂടെ എല്ലാം കേട്ടു. ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഒരു ക്രിസ്ത്യാനിയായി ജനിക്കാൻ ജീവിക്കാൻ കൃപ തന്നതിന് ഞങ്ങൾ ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു കർത്താവേ. ഈശോയെ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന നിന്ദാവമാനങ്ങളും വാക്കുകളും പറഞ്ഞിട്ടുള്ളവരും ചെയ്തിട്ടുള്ളവർക്ക് വേണ്ടി എല്ലാം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. കരുണ തോന്നണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഈശോയെ ആരാധന. എൻ്റെ അപ്പനും അമ്മയും മരിക്കുന്നത് വരെ മുടങ്ങാതെ അപ്പൻ 15 വർഷമാണ് ഈശോനെ അറിഞ്ഞ് ജീവിച്ചത്. ഞങ്ങൾ ക്രിസ്തീയ കുടുംബത്തിൽ തന്നെയാണ്, ഇടവക ദേവാലയത്തിൽ പേരുള്ളവരാണ്, കുടുംബക്കാരായിട്ട് തന്നെ പള്ളി സ്ഥാപിക്കുമ്പോൾ 5-6 കുടുംബങ്ങളുണ്ടായിരുന്നെന്ന് പറയും. 5-6 കുടുംബങ്ങൾ കൂടി ആ മാതൃദേവാലയം സ്ഥാപിച്ച് ഇന്ന് 12,000 ഇടവകങ്ങളുള്ള ആ വലിയ പള്ളിയും ഇപ്പം ഞാൻ ചളിക്കവട്ടം എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്. അപ്പോൾ അതൊക്കെ ശരിയാണ്. പക്ഷേ ഈ കാര്യങ്ങളിൽ പുറകിലോട്ടും ഭക്തിയിൽ വീഴ്ച വന്നു പോയ നാളുകളൊക്കെയാണ് വലിയ തകർച്ചകൾ. ദിവ്യകാരുണ്യത്തിൽ നിന്ന് അകന്നപ്പോൾ തൊട്ട് അരികടയായി, ആകെ പ്രശ്നങ്ങളായി. അതുകൊണ്ട് ഈശോയിലേക്ക് മടങ്ങി വന്നാൽ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടും. ഇന്ന് അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഈശോ ധൂർത്തപുത്രന് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ച് കിട്ടി, പിതാവിനെയും കിട്ടി, പിതാവിനുള്ളതെല്ലാം കിട്ടി. ദൈവകാരുണ്യത്തിലേക്ക് വരുമ്പോൾ ഇതാ ഞങ്ങളുടെ അനുഭവം കൊണ്ട് തന്നെ പറയുകയാണ്, നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു തരും. പോയതിനെ ഓർത്ത് വിഷമിച്ചിരിക്കേണ്ട, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് പ്രയോജനപ്രദമെങ്കിൽ ഇത് കിട്ടാത്ത മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുമല്ലോ. നിങ്ങളുടെ കമൻസുകളും പ്രാർത്ഥനാ നിയോഗങ്ങളും പോസ്റ്റ് ചെയ്യുകയോ വാട്സാപ്പിലൂടെ അയക്കുകയോ ചെയ്യാം. നിങ്ങളുടെ സാക്ഷ്യങ്ങളും കൂടെ ഷെയർ ചെയ്താൽ, നിങ്ങൾക്കുണ്ടാകുന്ന അനുഭവങ്ങൾ ഷെയർ ചെയ്താൽ അത് അനേകരെ സ്പർശിക്കാൻ ദൈവം ഇടയാക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിലേക്ക് എല്ലാവരെയും സമർപ്പിക്കുന്നു. ആമേൻ.